കവിതേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ചേട്ടൻ നിനക്കൊരു ജോലി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഓഫീസിലാ. 1-2 ആഴ്ചയെ ശരിയാകും. ആ പിന്നെ ജോലി കിട്ടിയാലും കവിത ഇവിടെ തന്നെ താമസിക്കണം. ആ പണിയൊന്ന് ശരിയായി കിട്ടിയാ എനിക്ക് സമാധാനമായി. കിട്ടും, ധൈര്യമായിരിക്കെ. കവിതേ, ഒരു ഹെൽപ്പ്. ഞങ്ങൾ രണ്ടാളും ഭയങ്കര ടയേർഡില്ല. കിച്ചണിൽ മുട്ട ഇരിപ്പുണ്ട്, അതൊന്ന് ആംപ്ലേറ്റ് ആക്കി തരൂ. 5 മിനിറ്റിൽ റെഡിയാക്കാം. Cheers. കവിതയ്ക്ക് ഇത് അത്ഭുതമായി തോന്നിയേക്കാം. ഇതങ്ങനെ പതിവൊന്നുമല്ല. ഞങ്ങൾ മുടിഞ്ഞ മദ്യപാനികളും അല്ല. അത്രേ ഉള്ളൂ. സോറി കേട്ടോ. ഇത് ട്രീറ്റ്മെന്റ് ആയാലും അതിലൊരു സുഖമുണ്ട്. ആ കവിത പേടിക്കണ്ട, ഞങ്ങൾ കവിതയെ കഴിക്കാൻ നിർബന്ധിക്കില്ല. ജീവിതത്തെ ആസ്വദിക്കണം കവിതയെ. മതിയാവുന്നത് വരെ ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള സാമ്പത്തിക ശേഷി തൽക്കാലം ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കും. ഈ ഹൈ സൊസൈറ്റിയിൽ ഞങ്ങളും ഒന്ന് വിലസും. എന്നാലും അരുതേ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതത്ര വലിയ കാര്യമൊന്നും ആക്കണ്ട. കവിത ആഹാരം കഴിച്ച് കിടന്നോളൂ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ചെല്ലേ. അനിതേ, എനിക്ക് സമയം എത്രയെന്ന് അറിയാമോ? 9 മണി. ഡ്യൂട്ടിക്ക് പോണ്ടേ? ഡ്യൂട്ടിക്ക് പോണം. ഇന്നൊരു ദിവസം ഞാൻ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് ആശുപത്രിയിൽ രോഗികൾ കുറയത്തൊന്നുമില്ല. എനിക്ക് ഭയങ്കര ടയേർഡ്. ഇന്നലെ ഇത്തിരി ഓവറായിപ്പോയി. ഒരു മിണ്ടാപ്പൂച്ചയെ പോലെ നാണം കുടുങ്ങിയായി നടന്നിരുന്ന ആ പഴയ അനിതയെ ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അതെ, ഞാൻ മിണ്ടാപ്പൂച്ച, നാണം കുടുങ്ങി, ഒക്കെ ശരിയായിരുന്നു. അതുകൊണ്ട് എന്ത് പ്രയോജനം? ജീവിതം ആസ്വദിക്കണം, കൊതി തീരുന്നതുവരെ. അതാണ് എന്റെയും ചേട്ടന്റെയും മോഹം. അതിലേക്കുള്ള ഞങ്ങളുടെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നമ്മുടെ സാമ്പത്തിക നില അറിഞ്ഞുകൊണ്ടുള്ള ചെലവിടലായിരിക്കും കൂടുതൽ ഭദ്രതയെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് പോടി, നിന്റെ ഒരു സാമ്പത്തിക നില. അനിതേ, വരുന്നു. അനിതേ, അനിതേ, പഞ്ചസാര എവിടെ? അവരുടെ ഒരു സാമ്പത്തിക നില. എന്താ അനിതേ, എന്താ നീ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുന്നത്? വല്ല പ്രേതവും കൂടിയോ? ഏയ്, ഒന്നുമില്ല. നമ്മുടെ ഈ ജോളി ലൈഫ് കണ്ടിട്ട് രാവിലെ എന്നെ ഉണർത്തി ഭയങ്കര അഡ്വൈസ്. ഭർത്താവിനെ നഷ്ടപ്പെട്ട പെണ്ണല്ലേ, ആ ദുഃഖം മനസ്സിലുണ്ടാവും. ആ ശരിയാ. ചേട്ടാ, വേഗം റെഡിയാവും. മണി 9:30. ആ, ഞാൻ റെഡിയാ. ആ അനിതേ, ചായ ചായ. അയ്യ, എന്താ മോനെ കാതി തൊട്ട് നോക്കണ? വാ, വന്നേ തൊട്ട് നോക്ക്. കാതല്ലേ? വാ, വന്നേ തൊട്ട് നോക്കിട്ട് പോ. വാ. അയ്യോ, കാത് കടിച്ചു.
കാത് കടിച്ച് രക്തം. അയ്യോ 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 എന്റെ കാത് അയ്യോ എന്റെ കാത് പോയി. ചേട്ടാ, എന്റെ ഫ്രണ്ട് റോസിയെ ഞാനിന്ന് കണ്ടു. റോസിയോ? ഏത് റോസി? 2 കൊല്ലം മുമ്പ് എന്റെ കൂടെ നേഴ്സായി ജോലി ചെയ്തിരുന്നതാ. ഇന്നവൾ വലിയ പൊസിഷനിലായി. ആള് തന്നെ ആകെ മാറിപ്പോയി. എനിക്ക് ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല. പിന്നീട് അവള് റോസി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത്. സ്വന്തമായി ഒരു വലിയ കാറും കഴുത്ത് നിറയെ ആഭരണങ്ങളും അണിഞ്ഞ് എന്റെ ചേട്ടാ കാണാൻ എന്തൊരു സ്റ്റൈലാന്നറിയോ? ഇത്ര പെട്ടെന്ന് എങ്ങനെ കാശുകാരിയായത്? ഇത് ഞാൻ അങ്ങോട്ടും ചോദിച്ചു. എന്നിട്ട് അവൾ മദ്രാസിലെ ഒരു ക്ലബിലെ മെമ്പറാണത്രേ. അവിടെ 1 ലക്ഷം രൂപ കൊടുത്ത് ജോയിൻ ചെയ്ത് വലിയ ആൾക്കാരുമായി അടുത്ത് അവരുമായി പലതരം ബിസിനസ്സുകൾ ചെയ്ത ഇങ്ങനെ കാശുണ്ടാക്കിയെന്ന് അവൾ പറഞ്ഞു. ചേട്ടാ, നമുക്ക് ആ ക്ലബിലെ മെമ്പറായി എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ചേട്ടാ. അതിനവൾ എല്ലാ സഹായം ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട്. നമുക്കും കുറച്ച് കാശുണ്ടാക്കണ്ടേ? എന്തു പറയുന്നു? ഞാൻ ആലോചിച്ചിട്ട് പിന്നെ പറയാം. നിന്നെ ഒരു പണക്കാരിയെ കാണാൻ എനിക്കും മോഹമുണ്ട് മോളെ. കുട്ടിച്ചാത്തന്റെ കാത് ഔട്ടേ. ഒരു ചായ തന്നെ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പെൻഷൻ. ഇതെന്താണ് കാത്? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ഇത് കുട്ടിച്ചാത്താന്റെ കാതാണല്ലോ. ഡോക്ടറെ ഡോക്ടറെ. എന്താ ചേട്ടാ, ഒരു തീരുമാനത്തിലെത്തിയോ? ഇതാ പാൽ. ക്ലബിലെ മെമ്പർഷിപ്പ് എടുക്കുന്നതും ഓക്കെ, പക്ഷേ അതിന് 1 ലക്ഷം രൂപ റെഡിയാക്കണമെന്ന് ആലോചിക്കുമ്പോ അതിനൊക്കെ ഞാൻ ഐഡിയ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു പാണ്ടിക്കാരൻ ഫൈനാൻസർ വരും. പുള്ളി ഡയബറ്റീസ് പേഷ്യന്റാ. ഞാൻ അയാളോട് കടം ചോദിക്കാം. ചേട്ടൻ കമ്പനിയിലും മറ്റു പരിചയക്കാരോടും ചോദിക്കുക. എത്ര കാലമായി ജീവിതം? മതി, മടുത്തു. നമുക്ക് റോസിയെ പോലെ ഹൈ ക്ലാസ് ജീവിതം തന്നെ വേണം. പിന്നെ ഇത് നമ്മുടെ സ്വന്തം നാടല്ലാത്തതുകൊണ്ട് നമുക്കാരെയും പേടിക്കുകയും വേണ്ട. എന്ത് സംഭവിച്ചാലും നാട്ടിലാരും അറിയാനും പോകുന്നില്ല. ശരിയാ. അല്ല, റോസി നീ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലേ? ക്ഷണിച്ചു. എന്തോ അത്യാവശ്യമുള്ളതുകൊണ്ട് അവൾ ഉടനെ പോയി. ഒരു ഫോൺ ചെയ്താൽ അവൾ നാളെ തന്നെ എത്തും. റോസി നാളെ വരട്ടെ. ഇപ്പൊ നീ വാ.